നമസ്കാരം, ഞാൻ ഡോക്ടർ സജു സൈമൺ, ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ ഡെൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിയാണ്. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ദന്തസംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പല്ലുകൾക്ക് കേടുവരാനുള്ള കാരണങ്ങളും അവയുടെ ചികിത്സാ രീതികളും ചുരുക്കത്തിൽ പറയാൻ വേണ്ടിയാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ചെറുപ്പത്തിൽ നമുക്ക് 20 പാൽപ്പല്ലുകളും വളർന്നു വലുതാവുന്നതനുസരിച്ച് അവ കൊഴിഞ്ഞു പോവുകയും അവയ്ക്ക് പകരം നമുക്ക് 32 സ്ഥിരദന്തങ്ങളുമാണ് ഉണ്ടാവുക. ദന്താരോഗ്യം നമ്മുടെ പൊതുവായ ആരോഗ്യത്തിനും ദഹന പ്രക്രിയയ്ക്കും വളരെ അത്യന്താപേക്ഷിതമാണ്. കൂടാതെ നമ്മുടെ സ്ഫുടമായ ഉച്ചാരണത്തിനും ശബ്ദങ്ങളുടെ ഉച്ചാരണത്തിന് അവ വളരെയധികം വലിയ പങ്കാണ് വഹിക്കുന്നത്. വായുടെ ആരോഗ്യം നമ്മുടെ പൊതുവായ ആരോഗ്യത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് എന്നാണ് പൊതുവെ പറയപ്പെടാറ്. അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള പല്ലുകൾ രോഗമില്ലാത്ത ഒരവസ്ഥയെ സൂചിപ്പിക്കുന്നു. നല്ല ആരോഗ്യമുള്ള, ബലമുള്ള, സുന്ദരമായ മുൻവശത്തെ പല്ലുകൾ ഏതൊരുവൻ്റെയും ആത്മവിശ്വാസത്തിനും ആത്മാഭിമാനത്തിനും മുതൽക്കൂട്ടാണ്. ഇനി നമുക്ക് പല്ലുകളുടെ പൊതുവായ ഘടനയൊന്ന് കണ്ടു നോക്കാം. മോണയുടെ മുകളിലെ പല്ലിൻ്റെ ഭാഗത്തിനെ ക്രൗൺ എന്നും അസ്ഥിയുടെ അല്ലെങ്കിൽ മോണയുടെ അടിയിലുള്ള ഭാഗത്തിനെ റൂട്ട് അല്ലെങ്കിൽ വേര് എന്നാണ് വിശേഷിപ്പിക്കുക. പല്ല് നമ്മുടെ പൊതുവായ ധാരണയ്ക്ക് വിപരീതമായി ജീവനുള്ള ടിഷ്യൂ ആണ്. എന്തുകൊണ്ടെന്നാൽ പല്ലുകളുടെ ഉള്ളിൽ നാഡീഞരമ്പുകളുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല്ല് കേടുവരുമ്പോൾ നമുക്ക് ഏവർക്കും അസഹനീയമായ വേദന അനുഭവപ്പെടുന്നത്. പല്ലുകളുടെ പുറത്തെ ഭാഗത്തെ നമ്മൾ എനാമൽ എന്നാണ് വിശേഷിപ്പിക്കുക. നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും കട്ടിയുള്ള ഒരു ടിഷ്യൂ ആണ് എനാമൽ എന്ന് പറയുന്നത്. എനാമലിൻ്റെ താഴെയുള്ള ലെയറിനെ ഡെൻറ്റിൻ എന്നാണ് പറയുന്നത്. ഡെൻറ്റിനകത്ത് നിരവധി ഡെൻറ്റിനൽ ട്യൂബ്യൂൾസ് കാണുന്നത് പതിവാണ്. ഈ ഡെൻറ്റിനൽ ട്യൂബ്യൂൾസിനകത്ത് നെർവ് എൻഡിങ്സ് അല്ലെങ്കിൽ ഞരമ്പുകളുടെ സാന്നിധ്യമുണ്ട്. ഡെൻറ്റിൻ്റെ താഴെയുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉള്ളിലത്തെ ലെയറിനെയാണ് പൾപ്പ് ടിഷ്യൂ എന്ന് പറയുന്നത്. നിരവധി നാഡീഞരമ്പുകളുടെ ആവാസ സ്ഥലമാണ് ഈ പൾപ്പ് ടിഷ്യൂ. പല്ലുകൾക്ക് ജീവൻ നൽകുന്നതും പല്ലുകൾക്കുള്ള പോഷകാഹാരങ്ങൾ എത്തിച്ചു നൽകുന്നതും പൾപ്പ് ടിഷ്യൂവിൻ്റെ പ്രധാന ജോലിയാണ്. കൂടാതെ മുകളിൽ കാണുന്ന ഡെൻറ്റിൻ ലെയറിൻ്റെ ഉൽപ്പാദനവും ഒരു പരിധിവരെ അതിൻ്റെ പരിപോഷണവും പൾപ്പ് ടിഷ്യൂ ഏറ്റെടുക്കുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല്ല് കേടുവരുന്നത് വളരെ സർവ്വസാധാരണമാണ്. ഇതിന് പല കാരണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കും. എന്നിരുന്നാലും രാവിലെയും വൈകിയും ഉറങ്ങുന്നതിന് മുമ്പായി 2 നേരം നന്നായി പല്ല് ബ്രഷ് ചെയ്ത് വായുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഒരുവന് പല്ലിൻ്റെ കേടുകൾ ഒരു പരിധിവരെ തടയുവാനായിട്ട് സാധിക്കുന്നതാണ്. എന്തൊക്കെയാണ് പല്ല് കേടുവരാനുള്ള കാരണങ്ങൾ? പ്രധാനമായും ഭക്ഷണത്തിൻ്റെ ഇടവേളകളിൽ അമിതമായി സ്വീറ്റ്സ്, സ്നാക്സ്, മധുരപലഹാരങ്ങൾ എന്നിവ കൂടുതലായി കഴിക്കുന്ന ഒരു വ്യക്തിക്ക് സാധാരണ ഒരു വ്യക്തിയേക്കാളും പല്ലിന് കേടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള രോഗികൾക്കും പല്ലിന് കേട് കൂടുതലായിട്ട് കാണുന്നത് പതിവാണ്. കൂടാതെ ജനറ്റിക്സ് അല്ലെങ്കിൽ പൈതൃകം, ഇത് പല്ലിൻ്റെ ഘടനയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പല്ലുകൾ കൂടുതലായിട്ട് കേടുള്ള മാതാപിതാക്കളുടെ കുട്ടികൾക്കും പല്ലിന് കേട് കൂടുതലായിട്ട് കാണുന്നത് പതിവാണ്. പല രോഗാവസ്ഥയുടെയും ഭാഗമായി വായിൽ ഉമിനീരിൻ്റെ അളവ് കുറവുള്ള രോഗികൾക്കും പല്ലിന് കേട് കൂടുതലായിട്ട് കാണുന്നത് പതിവാണ്. ഉദാഹരണത്തിന് റേഡിയേഷൻ കഴിഞ്ഞിട്ടുള്ള രോഗികൾ, അല്ലെങ്കിൽ ഉമിനീര് ഗ്രന്ഥികൾക്ക് അസുഖമുള്ള രോഗികൾ എന്നിവയ്ക്കൊക്കെ വായിലെ ഉമിനീരിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. ഇനി നമുക്ക് പല്ല് കേടുവരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഒരു പല്ലിന് ചെറിയ കേട് ആയിട്ട് തുടങ്ങുന്ന സമയത്ത് തക്കതായ ചികിത്സ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സങ്കീർണതയിലേക്ക് പോകാതെ ആ പല്ല് നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കുവാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ചെറിയ കേടുകളായിട്ട് തുടങ്ങുന്ന പോടുകൾ അപ്പോൾ തന്നെ അടുത്തുള്ള ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് അത് ഫില്ല് ചെയ്ത് സംരക്ഷിക്കുകയാണെങ്കിൽ പല്ല് കേട് വ്യാപിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ സമയത്ത് അത് ഗൗനിക്കാതെ ചികിത്സ തേടാതെ അത് അവഗണിക്കുന്ന ഒരു വ്യക്തിക്ക് പല്ലിൻ്റെ കേട് കൂടുതലായിട്ട് താഴേക്ക് ഇറങ്ങുകയും പൾപ്പ് ടിഷ്യൂവിനെ ബാധിച്ചു കഴിഞ്ഞാൽ അസഹനീയമായ വേദനയും ചിലപ്പോൾ നല്ല പഴുപ്പും രൂപപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു ഫില്ലിങ് വഴി നമുക്ക് ആ പല്ല് ചികിത്സിച്ചെടുക്കുവാൻ സാധ്യത കുറവാണ്. അപ്പോൾ ആവശ്യമായി വരിക റൂട്ട് കനാൽ തെറാപ്പി അല്ലെങ്കിൽ RCT എന്ന നൂതന ചികിത്സയാണ്. റൂട്ട് കനാൽ തെറാപ്പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വീക്കം വന്ന കേടുവന്ന ഞരമ്പുകളെ എടുത്തു കളഞ്ഞ് പല്ലിൻ്റെ വേരുകളെ അടച്ച് പല്ലിൻ്റെ മുകൾ ഭാഗത്തിനെ ഒരു ക്രൗൺ വഴി
സംരക്ഷിക്കുന്ന ചികിത്സയാണ് റൂട്ട് കനാൽ തെറാപ്പി വിത്ത് ക്രൗൺ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ പല്ലിന് പിന്നെ പിൽക്കാലത്ത് വേദന വരാതിരിക്കുകയും ആ രോഗിക്ക് ആ പല്ല് തൻ്റെ ജീവിതകാലം മുഴുവൻ കുഴപ്പമില്ലാതെ ഒരു സാധാരണ പല്ല് പോലെ ഉപയോഗിക്കുവാനും പറ്റുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദന്ത സംരക്ഷണം നമ്മുടെ പൊതുവായ ആരോഗ്യത്തിന് പോലെ തന്നെ വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ദന്ത സംരക്ഷണവും ദന്തപരിപാലനവും നമ്മുടെ ദിനചര്യയുടെ ഒരു ഭാഗമാക്കി എടുക്കുവാൻ നമുക്കിന്ന് മുതൽ പ്രതിജ്ഞ ചെയ്യാം.